രാവിലെ ഉണരുമ്പോൾ രുദ്രൻ ആദ്യം ചെന്ന് നോക്കിയത് നിദ്രയെ ആയിരുന്നു. മുറിയിൽ അവളില്ലായിരുന്നു. അന്ന് ഷൂട്ടുള്ള ദിവസമായതുകൊണ്ട് തന്നെ അവന് നേരത്തെ ഉണർന്ന് തയ്യാറായി പോകേണ്ടിയിരുന്നു. താഴെ നിന്നും പാത്രങ്ങൾ കലമ്പുന്ന ശബ്ദം കേട്ടപ്പോൾ രുദ്രന് മനസ്സിലായി നിദ്ര അടുക്കളയിലായിരിക്കുമെന്ന്. അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ നിദ്ര തിരക്കിട്ട പണിയിലാണ്. രുദ്രൻ വെറുതെ ഒന്ന് ചെന്ന് നോക്കിയതാണ്. ഗുഡ് മോർണിംഗ് മാഡം. അവൻ കൈകൾ രണ്ടും മാറിൽ കെട്ടി നിന്ന് വാതിൽകളെ ചാരി നിന്ന് ചിരിയോടെ പറഞ്ഞു. നിദ്ര ഞെട്ടി തിരിഞ്ഞു നോക്കി. രുദ്രൻ തന്നെ നോക്കി നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത ജാള്യത തോന്നി. സാരിയുടെ തലയെടുത്ത് അരയിൽ കുത്തി ശരീരം മുഴുവൻ വിയർത്ത് പണിയെടുക്കുമ്പോഴും നിദ്ര അതിമനോഹരിയാണെന്ന് രുദ്രൻ കണ്ടു. എന്താണ് മേഡം, തിരക്കിട്ട പണിയിലാണല്ലോ. അവൻ മെല്ലെ നടന്ന് അവൾക്ക് നേരെ അടുത്തു. നോക്കുമ്പോൾ നല്ല പാലവപ്പവും സ്റ്റൂവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിൽക്കുവാണ് കക്ഷി. ഇത്ര വേഗം ഇതൊക്കെ ഉണ്ടാക്കിയോ? നീ എപ്പോൾ എഴുന്നേറ്റു? രുദ്രൻ അത്ഭുതത്തോടെ അവളെ നോക്കി ചോദിച്ചു. ഇതൊക്കെ ഇഷ്ടമാണോ? ഞാൻ വേറൊന്നും കണ്ടില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പത്തിൻ്റെ മാവ് കടയിൽ നിന്നും സെക്യൂരിറ്റി ചേട്ടനെ കൊണ്ട് വാങ്ങിച്ചതാണ്. അവൻ ചോദിച്ചെന്ന് മറുപടി പറയാതെ നിദ്ര പരവേശത്തോടുകൂടി ചോദിച്ചു. ഇതെല്ലാം അവനോട് പറയാതെ ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം കഴിക്കാതെ പോയ അവൾക്ക് വിഷമാകുമായിരുന്നു. സോറി നിദ്ര, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ പിറ്റേന്ന് തൊട്ട് സർവൻസൊക്കെ എത്തുകയുള്ളൂ. ഇന്ന് തന്നെ അവരോട് ഞാൻ വരാൻ പറയാം. താൻ വെറുതെ ഇതിനൊന്നും കഷ്ടപ്പെടേണ്ട കേട്ടോ. രുദ്രൻ ആർദ്രമായി അവളെ നോക്കി പറഞ്ഞു. എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല സർ. സാർ ഒന്ന് വെയിറ്റ് ചെയ്യുമോ? ഞാനിതാ കോഫി ഇട്ട് തരാം. നിദ്ര പെട്ടെന്ന് തിരിഞ്ഞെന്ന് കോഫി ഉണ്ടാക്കാനുള്ള പണികൾ ആരംഭിച്ചു. ഒരു പാത്രത്തിൽ പാൽ അളന്നൊഴിച്ച് ചൂടാക്കാൻ വെച്ച് കോഫി പൗഡർ ഇടാൻ തുടങ്ങിയപ്പോൾ രുദ്രൻ വിലക്കി. ഇങ്ങനെയല്ല, ഇവിടെ കോഫി പ്രോഗ്നർ ഉണ്ട്, അത് വെച്ച് ചെയ്താൽ മതി. രുദ്രൻ ഡ്രോയർ തുറന്ന് അതിൽ നിന്ന് കോഫി പ്രോഗ്നർ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. രുദ്ര പകച്ചു നിന്നുപോയി. അവളത് ആദ്യമായി കാണുമായിരുന്നു. എനിക്കിതിൽ അറിയില്ല സർ. അവളുടെ സങ്കോചം നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ രുദ്രനും അത് മനസ്സിലായിരുന്നു. അവൻ അതെടുത്ത് കുറച്ച് കോഫി പൗഡർ ഇട്ട് അതിലേക്ക് ഒരൽപ്പം പാലൊഴിച്ച് ഫ്രോഗ്നർ വെച്ച് അടിക്കാൻ തുടങ്ങി. നിദ്ര അത്ഭുതത്തിൽ അത് കണ്ടു നിൽക്കുവാണ്. ദേ നോക്കിയേ, ഈ സ്വിച്ച് ഓൺ ചെയ്താൽ മതി, അത് തന്നെ ഞെങ്ങിക്കൊണ്ടിരിക്കും. സ്പീഡും കൂട്ടിയെടുക്കാം, ഈസിയാണ്. രുദ്രൻ പറഞ്ഞത് കൊടുത്തപ്പോൾ നിദ്ര തലകുലുക്കി. നല്ലതുപോലെ ആ മിശ്രിതം പതഞ്ഞു വന്നപ്പോൾ അവൻ കുറച്ച് പാലെടുത്ത് അതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ടത് അവൾക്ക് നേരെ നീട്ടി. ദാ കുടിച്ചു നോക്ക്. നിദ്ര ഒന്ന് പകച്ചു. 2 പേർക്കുള്ള കോഫിക്കുള്ള പാൽ അവൾ എടുത്തിരുന്നു. അത് സാറിനാണ്. നീ കുടിച്ചു നോക്ക്, ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടാകുമോ എന്ന് നോക്കാലോ. എന്നാൽ ഒന്നിച്ച് കുടിക്കാം, ഒന്നുകൂടെ ഉണ്ടാക്കാം. നിദ്ര തിടുക്കത്തിൽ അവൻ കാണിച്ചതുപോലെ കോഫി ഉണ്ടാക്കി. പാൽ നല്ലതുപോലെ തിളച്ചു വരികയായിരുന്നു. പെട്ടെന്ന് കപ്പിലേക്ക് പാലെടുത്തൊഴിച്ചപ്പോൾ 2-3 തുള്ളി അവളുടെ കൈയിലേക്ക് വീണു. ആ കൈ! പെട്ടെന്ന് നിദ്ര പാത്രം താഴെ വെച്ച് കൈവലിച്ചു. രുദ്രൻ പേടിച്ചു പോയി. അവൻ അവളുടെ കൈ വലിച്ചെടുത്ത് നോക്കി. അയ്യോ, നല്ലതുപോലെ പൊള്ളിയോ? ശ്രദ്ധിക്കണ്ടേ പെണ്ണേ? അവൻ വേവലാതിയോടെ ചോദിച്ചു. അത് കണ്ടപ്പോൾ അവളുടെ ഹൃദയം ആർദ്രമായി. ചെറിയ പൊള്ളിലാണ്, അത് സാരമില്ല, നിദ്ര പറഞ്ഞു. രുദ്രൻ വിഷമത്തോടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഫസ്റ്റ് എയ്ഡ് ഉണ്ട്, അതിൻ്റെ പൊള്ളിലിൻ്റെ മരുന്ന് കാണും, വാ ഞാൻ എടുത്തു തരാം. ഏയ് അതൊന്നും സാരമില്ല, സാറ് റെഡിയായി വന്നോളൂ, ഭക്ഷണം കഴിക്കാം. കോഫി അവൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് നിദ്ര പറഞ്ഞു. അവളും അവനോടൊപ്പം നിന്ന് കോഫി കുടിച്ചു. അവർ ഒരുമിച്ച് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും. എല്ലാം കഴിഞ്ഞ് രുദ്രൻ റെഡിയായി പോകാൻ ഇറങ്ങുകയായിരുന്നു. നിദ്ര അവനെ യാത്രയാക്കാൻ പിന്നാലെ ചെന്നു. കാറിൽ കയറിയപ്പോൾ രുദ്രൻ അവളെ കൈ കാണിച്ച് അടുത്തേക്ക് വിളിച്ചു. കഴിയുമെങ്കിൽ ഈ സാറുകളി ഒന്ന് ഒഴിവാക്കാമോ നിനക്ക്? രുദ്രനെന്നോ ദേവെന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കാമോ? രുദ്രൻ ചോദിച്ചതിന് മറുപടി പറയാതെ നിദ്ര മുഖം കുനിച്ചു നിന്നു. അത് കണ്ടപ്പോൾ യാത്ര പറഞ്ഞ് കാറിൽ കയറിപ്പോയി. രുദ്രൻ പോയതോടെ നിദ്രയ്ക്ക് ആ വീട്ടിൽ ഒറ്റയ്ക്ക് വല്ലാത്ത ശൂന്യത തോന്നിയിരുന്നു അവൾക്ക്. രുദ്രൻ അവൻ്റെ സ്വന്തം കാരവാനിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2-3 മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അവൻ്റെ ചുറ്റിനും കൂടി നിൽപ്പുണ്ട്. പെട്ടെന്ന് വാനിൻ്റെ ഡോറിൽ ആരോ തട്ടുന്നത് കേട്ടു. ആരാത്? ആരാണെങ്കിലും ഷൂട്ടിന് സമയമായെന്ന് പറയൂ. രുദ്രൻ പറഞ്ഞു തീരും മുന്നേ തന്നെ സാർ അങ്ങോട്ട് കയറി ചെന്നിരുന്നു. സാർ അവന് മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് അവനെ തന്നെ ഉറ്റുനോക്കി. രുദ്രൻ കണ്ണു കാണിച്ചപ്പോൾ ചുറ്റും കൂടി നിൽക്കുന്നവർ അവർക്ക് സംസാരിക്കാൻ ഇടം നൽകിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ സാറാ, ഷൂട്ടുള്ളപ്പോൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. കനത്ത മുഖം അവളിൽ നിന്നും മറച്ചു വയ്ക്കാതെ രുദ്രൻ സംസാരിച്ചു. സാറ ദേഷ്യത്തിൽ ഒരു ചെയർ വലിച്ചിട്ട് അവൻ്റെ മുന്നിലേക്കിരുന്നു. അവളുടെ ധാർഷ്ട്യമുള്ള ഉച്ചസ്ഥായിലെത്തിയതുപോലെയാണ് അവന് തോന്നിയത്.
ഓ, നീ ഇപ്പോൾ വലിയ സ്റ്റാറായി പോയല്ലേ, എന്നെയൊക്കെ ശ്രദ്ധിക്കാൻ പോലും നിനക്ക് നേരമില്ല. സാറ വിഷണ്ണമായി മുഖത്തോടെ കയർത്തു. അത് കേട്ടപ്പോൾ രുദ്രന് വല്ലായ്മ തോന്നി. അങ്ങനെയൊന്നുമല്ല സാറ ഞാൻ പറഞ്ഞത്. നീ ഒന്നും പറയണ്ട, നിനക്കിപ്പോൾ എന്നെ ഒന്നും വേണ്ടല്ലോ. വീട്ടിലൊരു കെട്ടിലമ്മയില്ലേ, എൻ്റെ ഐഡിയ ആയി പോയി അവളെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്. ഇപ്പം ഞാൻ വെറും കറിവേപ്പില. സാറ തുടർന്നു. പക്ഷെ നിനക്കൊരു കാലമുണ്ടായിരുന്നു, അത് നീ മറക്കരുത്. തുടരെ തുടരെ നിന്റെ പടങ്ങളൊക്കെ പൊട്ടിയപ്പോൾ എൻ്റെ അച്ഛൻ്റെ പടത്തിലൊരു ചാൻസ് തന്നു നിന്നെ, പിന്നെ കരകയറ്റിയെടുത്തത് ഞാനാണ്. അതൊക്കെ എത്ര സിമ്പിളായാ നീ മറന്നു പോയത്. സാറ പറഞ്ഞ് കരയാൻ ആരംഭിച്ചിരുന്നു. സാറ കരയുന്നത് കണ്ടപ്പോൾ രുദ്രന് വല്ലാത്ത കുറ്റബോധം തോന്നി. അങ്ങനെയൊന്നുമല്ല, നീ വെറുതെ കരയാതിരിക്കുക. രുദ്രൻ വെറുതെ അവളെ ആശ്വസിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. അവളുടെ തോളിൽ രുദ്രൻ വെച്ച കൈ സാറ തന്നെ തട്ടിമാറ്റി. ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ നീ അങ്ങ് മയങ്ങി വീണു. ഇപ്പം നിനക്ക് അവളെ മാത്രം മതിയെന്നായല്ലേ, അതും നിന്നെ ഹോട്ടലിൽ വെച്ച് കുടുക്കി കിട്ടിയ അവളെ തന്നെ. നല്ല സ്വഭാവശുദ്ധിയുള്ള പെണ്ണ് തന്നെ. രുദ്രൻ്റെ മുന്നിൽ വെച്ച് തന്നെ സാര നിദ്രയെ പുച്ഛിച്ച് സംസാരിച്ചു. അവളെ പറ്റി നീ അങ്ങനെയൊന്നും പറയരുത്. നമ്മൾ ആ പാവം പെൺകുട്ടിയെ അവിശ്വസിച്ചതാണ്. ശരിയാണ്, അവളെ ഉപദ്രവിക്കണമെന്ന് കരുതി തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. പക്ഷേ ഇപ്പോൾ സത്യാവസ്ഥകൾ അറിഞ്ഞപ്പോൾ അതിനൊന്നും ചെയ്യാനും തോന്നുന്നില്ല. അത്രയ്ക്ക് പാവമാണ് ആ പെൺകുട്ടി. നമ്മളെപ്പോലെ തന്നെ പെട്ടുപോയതാണ് അവളും. നിദ്രയെപ്പറ്റി രുദ്രൻ പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ തെളിയുന്ന പ്രണയം കണ്ട് സാറ അടിമുടി കത്തിയെറിയാൻ തുടങ്ങി. സാറ ദേഷ്യത്തിൽ എഴുന്നേറ്റ് ടേബിളിൽ ഇരുന്ന മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഒരൊറ്റ തട്ടിത്തെറിപ്പിക്കലായിരുന്നു. രുദ്രൻ ഞെട്ടലോടെ എഴുന്നേറ്റ് അവളെ അടക്കി പിടിച്ചു നിർത്തി. വിടന്നെ. സാറ ദേഷ്യത്തിൽ കുതിർന്നുണ്ടായിരുന്നു. ഒരു വിധത്തിലാണ് അടക്കി പിടിച്ചു നിർത്തിയത്. ദയവ് ചെയ്ത് നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അവളെ ഒരു ചെയറിലേക്ക് രുദ്രൻ പിടിച്ചിരുത്തി. സാറ ദേഷ്യഭാവത്തിൽ ഒരു ഭ്രാന്തിയെ പോലെ തോന്നിച്ചു. അവൾക്ക് മുന്നിൽ ഒരു ചെയർ വലിച്ചിട്ട് അവനും ഇരുന്നു. തെറ്റ് ചെയ്തു പോയത് ഞാനാണ്. നീ എൻ്റെ കാമുകയായിരിക്കെ ഞാൻ അവളെ വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു. 2 പേരുടെ ജീവിതമാണ് ഞാൻ നശിപ്പിച്ചത്. ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു. രുദ്രൻ മുഖം കുനിച്ചു വെച്ച് പറഞ്ഞു. സാറൊന്നും മിണ്ടിയില്ല. രുദ്രൻ അവളോട് എങ്ങനെയാണ് ഹോട്ടലിലേക്ക് എത്തിയതെന്നും മറ്റുമുള്ള വിവരങ്ങൾ വിശദമായി പറഞ്ഞു. മുത്തശ്ശി അവനോട് പറഞ്ഞതും അവൻ അന്വേഷിച്ചറിഞ്ഞതും എല്ലാം അവൻ അവളെ ധരിപ്പിച്ചു. എല്ലാം കേട്ടിട്ടും സാറയുടെ മുഖം കനത്തു തന്നെയിരുന്നു. എന്നിട്ട് നീ എന്ത് തീരുമാനമെടുത്തു? എന്നെ ഉപേക്ഷിച്ചിട്ട് അവളെ നിന്റെ ഭാര്യയായി വാഴിക്കണമെന്നോ? സാറ കത്തുന്ന കണ്ണുകളോട് അവനോട് ചോദിച്ചു. ഇല്ല സാറ, ഞാൻ തീരുമാനിച്ചത് മറ്റൊന്നാണ്. ഇന്നലെ തന്നെ ഞാനിത് ഒരുപാട് ആലോചിച്ചതാണ്. നിദ്രയ്ക്ക് ഒരിക്കലും എന്നെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന സത്യം ഞാൻ ഇന്നലെയോടെ മനസ്സിലാക്കി. അഥവാ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് അവളുടെ അടുത്തേക്ക് ചെന്നാലും അവൾ എന്നെ സ്വീകരിക്കില്ല. അഭിമാനമുള്ള പെണ്ണാണവൾ. പക്ഷെ എനിക്ക് ഇത്രയും കടപ്പാടുള്ള നിന്നെ തിരസ്കരിച്ച് അവളുടെ അരികിലേക്ക് പോയാൽ ഞാൻ നന്ദി കെട്ടവനാകും. രുദ്രൻ ഹൃദയം തുറന്ന് സംസാരിക്കുകയായിരുന്നു സാറയോട്. വേദനയോടെയായിരുന്നു അവൻ്റെ ഓരോ വാക്കുകളും പുറത്തേക്ക് വന്നത്. നിദ്രയെ 1 വർഷം കഴിഞ്ഞ് പിരിയുന്നതിൽ അവൻ അതിയായ വേദനയുണ്ടായി. എങ്കിലും സാറയ്ക്ക് കൊടുത്ത വാക്ക് പിൻവലിക്കാൻ അവനെ കൊണ്ടാകുമായിരുന്നില്ല. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സാറയുടെ മുഖം തെളിഞ്ഞു. സത്യമാണോ നീ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കാം. ഞാനിതാ നിനക്ക് വാക്ക് തരുന്നു. ഇന്ന് തന്നെ നിദ്രയെ ഞാനെല്ലാം പറഞ്ഞു മനസ്സിലാക്കുന്നതായിരിക്കും. അല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു നീ എന്നെ ചതിക്കില്ലെന്ന്. സാർ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് പുഞ്ചിരിച്ചു. അന്നത്തെ ഷൂട്ടിംഗ് അവസാനിപ്പിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മനസ്സ് വല്ലാതെ കലങ്ങിയിരുന്നു. അവനെ പ്രതീക്ഷിച്ച് മാത്രം ഇരിക്കുന്ന നിദ്ര ഇതെങ്ങനെ ഉൾക്കൊള്ളുമെന്ന് അവന് യാതൊരു പിടിയും കിട്ടിയിരുന്നില്ല. ആ നിമിഷം രുദ്രൻ വൈകിയേ എത്തുകയുള്ളൂ എന്ന് നിദ്രയ്ക്ക് നല്ലതുപോലെ അറിയാം. എങ്കിലും അവനൊപ്പം ഭക്ഷണം കഴിക്കാമെന്ന് കരുതി നിദ്ര കാത്തിരിക്കുകയായിരുന്നു. രുദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഉച്ചയോടെ വീട്ടിലെ അടുക്കള പണിക്ക് 1-2 പേര് വന്നിരുന്നു. ഒരു ജാനകി അമ്മയും ത്രേസ്യാമ്മയും. പിന്നീട് അവരാണ് അവളെ ജോലിയിൽ കൂടെ സഹായിച്ചത്. അവർക്കൊപ്പം ചേർന്നൊരു ചിക്കൻ ബിരിയാണി തന്നെ ഉണ്ടാക്കി അവൾ. എന്നിട്ട് രുദ്രൻ വരുന്നതും കാത്തിരിപ്പാണ്. അവളുടെ കയ്യിൽ ഫോണുണ്ട്. അതിൽ രുദ്രൻ്റെ ഫോൺ നമ്പർ ഗായത്രി ദേവി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്കിലും അവൾക്ക് വിളിച്ചു ചോദിക്കാനൊരു ഭയം തോന്നി. താൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചാൽ എന്ത് കരുതും? അനാവശ്യമായ കാര്യങ്ങൾ ഇടപെടുകയാണെന്ന് തോന്നുമോ? സമയം 11 കഴിയാനായി. മോളെ, വൈകുന്നേരം ഇത്തിരി ചായ കുടിച്ചതല്ലേ ഉള്ളൂ. ഇക്കണ്ട നേരം അത്രയും ഓരോന്ന് വെച്ചുണ്ടാക്കി ക്ഷീണിച്ചില്ലേ കുഞ്ഞേ നീ? രുദ്രൻ കുഞ്ഞ് വന്നിട്ട് കഴിച്ചോളാം. മോളെന്തെങ്കിലും എടുത്ത് കുറച്ച് കഴിക്ക്. എന്നിട്ട് രുദ്രൻ കുഞ്ഞ് വരുമ്പോൾ കുഞ്ഞിൻ്റെ കൂടെ കഴിക്കാമെത്തിരി. അവളങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ട് ത്രേസ്യാമ്മ അലിവോടെ പറഞ്ഞു. എങ്കിലും നിദ്രയ്ക്ക് കഴിക്കാൻ തോന്നിയില്ല.
എനിക്ക് വിശക്കാഞ്ഞിട്ടാ ത്രേസ്യാമ്മച്ചി, ഞങ്ങൾ ഒന്നിച്ച് കഴിച്ചോളാം. നിദ്ര ചിരിയോടെ പറഞ്ഞു. അവൾക്ക് നല്ലതുപോലെ ഉറക്കവും വരുന്നുണ്ടായിരുന്നു. കണ്ണുകളൊക്കെ അടഞ്ഞു തൂങ്ങാനായിരിക്കുന്നു. എങ്കിൽ ഞങ്ങൾ പോയി കിടക്കട്ടെ കുഞ്ഞേ, രാവിലെ ഉണർന്ന് പണിയുള്ളതല്ലേ? ജാനകിയമ്മ ചോദിച്ചപ്പോൾ നിദ്ര സമ്മതം മൂളി. അവരെല്ലാം പോയി കിടന്നിട്ടും നിദ്ര അവിടെ തന്നെ ഇരുന്നു. ഇന്നലെ രുദ്രൻ അവൾക്ക് മറ്റൊരു മുറി കൊടുക്കുമെന്ന് നിദ്ര കരുതിയതല്ല. ചോദിച്ചാൽ ദേഷ്യം വരൂ എന്നൊക്കെ കരുതിയിരുന്നു. എങ്കിലും തൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവൻ മുറി തന്നതോർത്തപ്പോൾ അവൾക്ക് അവനോടൊരിത്തിരിയെങ്കിലും മതിപ്പ് തോന്നി തുടങ്ങിയിരുന്നു. പതിയെ പതിയെ സാറയെ മറന്നവൻ തന്നിലേക്ക് പൂർണ്ണമായും ചേക്കേറുമെന്ന ദിവസം വരുമെന്ന് അവൾ വെറുതെ വ്യാമോഹിച്ചു പോയി. ഓരോന്നോർത്തിരിക്കുമ്പോഴാണ് രുദ്രൻ്റെ കാർ പുറത്തു വന്ന് നിൽക്കുന്ന ശബ്ദം നിദ്ര കേട്ടത്. അവൾ ഓടിപ്പിടഞ്ഞ് വാതിൽ തുറന്ന് ചെല്ലുമ്പോൾ സെക്യൂരിറ്റി ഗേറ്റ് തുറന്ന് കൊടുക്കുന്നത് കണ്ടു. കാറ് വീടിൻ്റെ പോർച്ചിൽ പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറി വരുന്ന രുദ്രൻ്റെ മുഖത്ത് തീരെ തെളിച്ചമില്ലെന്ന് നിദ്ര കണ്ടു. ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണം കൊണ്ടാകുമെന്ന് നിദ്ര ഓർത്തു. അവളെ നോക്കിയൊരു മങ്ങിയ ചിരി ചിരിച്ചിട്ട് അവനൊന്നും പറയാതെ അങ്ങനെയേ മുറിയിലേക്ക് കയറി പോകുകയാണ് ചെയ്തത്. തന്നോടൊന്നും മിണ്ടാതെ പോകുന്ന രുദ്രനെ കണ്ടപ്പോൾ അവൾക്കതിയായ വിഷമം തോന്നി. എങ്കിലും അവൻ കുളിച്ച് വസ്ത്രം മാറാനൊക്കെ പോയതാകുമെന്ന് കരുതി നിദ്ര സമാധാനിച്ച് 12 മണി വരെ നിദ്ര നോക്കിയിരുന്നു. എന്നിട്ട് മുറിയിൽ നിന്നും ഒരനക്കവും ഇല്ലാഞ്ഞു വന്നപ്പോൾ നിദ്രമെല്ലെ അവൻ്റെ മുറിയുടെ വാതിൽ തട്ടി വിളിക്കാൻ തുടങ്ങി. കുറച്ചു നേരം തട്ടിയിട്ടാണ് വാതിൽ തുറക്കപ്പെട്ടത്. ഉറക്കച്ചടവോടെയുള്ള മുഖവുമായി അവൾക്ക് മുന്നിൽ കണ്ണുകൾ തിരുമി നിൽക്കുന്നവനെ കണ്ടപ്പോൾ നിദ്രയുടെ ഹൃദയം പിടഞ്ഞുപോയി. എന്താ നിദ്ര, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഞാനൊന്ന് ഉറങ്ങിപ്പോയി. രുദ്രൻ അലസമായി അവളെ നോക്കി പറഞ്ഞു. അവൻ കുളിയെല്ലാം കഴിഞ്ഞൊരു പൈജാമ എടുത്ത് ധരിച്ചിരുന്നു. അത് ഭക്ഷണം കഴിച്ചില്ലല്ലോ? നിദ്രയുടെ വാക്കുകൾ ഇടറിപ്പോയി. ഓ അതാണോ, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. സെറ്റിൽ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കും നിദ്ര, നീ ഇവിടെ നിനക്കുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതിയാകും കേട്ടോ. ഉറക്കച്ചടവോട് അവൻ പറഞ്ഞപ്പോൾ നിദ്രയുടെ ഇടനെഞ്ചിലൊരു വേദനയുണ്ടായി. ഇത് പറയാനാണോ നീ എന്നെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചത്? ശരിയെന്നാ, ഗുഡ് നൈറ്റ്. അവൾക്ക് മുന്നിൽ വാതിലടച്ച് രുദ്രൻ വീണ്ടും ഉറങ്ങാനായി പോയപ്പോൾ നിദ്ര കരഞ്ഞു പോയിരുന്നു. രുദ്രൻ മനഃപൂർവ്വം തന്നെ അവളെ ഒഴിവാക്കുകയായിരുന്നു. സ്വയം അവളെ മനസ്സിൽ നിറക്കി വിടാൻ അവന് തന്നെ ബുദ്ധിമുട്ട് നേരിടുകയായിരുന്നു. നിദ്ര തന്നെ വെറുതെ ഈ ജീവിതത്തിൽ നിന്നും പിന്മാറിക്കൊള്ളട്ടെ എന്നൊരു തീരുമാനം അവൻ കൈക്കൊള്ളുകയായിരുന്നു. അവളെ മനഃപൂർവ്വം അരികിൽ നിന്നും ഒഴിവാക്കി വിട്ട് കിടക്കയിലേക്ക് ചായുമ്പോൾ അവൻ്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് നീറിയില്ലാതാകുകയായിരുന്നു. രുദ്രൻ കിടന്നു കഴിഞ്ഞതോടെ പിന്നെയും വാതിലിൽ തട്ടി. ഇത്തവണ അവളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക കൂടി വേണമെന്നോർത്താണ് രുദ്രൻ ചെന്ന് വാതിൽ തുറന്നത്. നോക്കുമ്പോൾ അത് നിദ്രയില്ലായിരുന്നു, ത്രേസ്യാമ്മയായിരുന്നു. നിദ്ര കുഞ്ഞിനെ മുറിയിൽ നോക്കിയിട്ട് കണ്ടില്ല. മക്കൾ കഴിച്ചു കഴിഞ്ഞെങ്കിൽ ആഹാരമൊക്കെ എടുത്തു വെച്ചോട്ടെ മോനെ, കിടക്കാൻ പോകുകയാണ്. അപ്പോഴാ പാത്രങ്ങൾ ഇരിക്കുന്ന ഓർമ്മ വന്നത്. ത്രേസ്യാമ്മ പറയുന്നത് കേട്ടപ്പോഴാണ് നിദ്ര കഴിച്ചിട്ടില്ലെന്ന വിവരം രുദ്രൻ ഞെട്ടലോടെ അറിഞ്ഞത്. അപ്പോൾ അവൾ കഴിച്ചില്ലേ? അയ്യോ ഇല്ലല്ലോ കുഞ്ഞേ, കുഞ്ഞ് വന്നിട്ട് കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഒരേ വാശിയിലിരിക്കുമായിരുന്നു. ഇപ്പോൾ മുറിയിൽ നോക്കിയിട്ട് കണ്ടില്ല, അതാ മോനോട് ചോദിച്ചേക്കാമെന്ന് കരുതിയത്. ത്രേസ്യാമ്മച്ചി പോയി കിടന്നോളൂ, ഭക്ഷണമൊന്നും എടുത്തു വെക്കേണ്ട. രുദ്രൻ പറഞ്ഞപ്പോൾ അവർ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും പോയി. രുദ്രൻ മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ അവളില്ലായിരുന്നു. നിദ്ര എവിടെ പോയി കാണുമെന്ന് അവനറിയാം. ഗായത്രി ദേവിയുടെ വീടിൻ്റെ മുറിയിലെ ബാൽക്കണിയിലുള്ളതുപോലെ സൂചിമുല്ലപ്പൂക്കൾ ആ വില്ലയുടെ ടെറസിലും അവൻ വെച്ച് പിടിപ്പിച്ചിരുന്നു. അവൾ അവിടെ തന്നെ കാണുമെന്ന് അവന് തോന്നി. ഒരു പ്ലേറ്റിൽ ഭക്ഷണം എടുത്ത് പിടിച്ച് ബാൽക്കണിയിൽ ചെന്ന് നിൽക്കുമ്പോൾ വിദൂരങ്ങളിലേക്ക് കണ്ണ് നട്ട് നിൽപ്പാണ് നിദ്ര. ഇവിടെ തനിച്ചിങ്ങനെ നിൽക്കണ്ട കേട്ടോ, വല്ല ഗന്ധർവനും വന്ന് കൊണ്ടുപോകും എൻ്റെ ഭാര്യയെ. രുദ്രൻ പിന്നിൽ നിന്ന് പറയുന്നത് കേട്ടപ്പോൾ നിദ്ര ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ രുദ്രന് പിന്നെയും വിഷമമായി. അവൻ ഭക്ഷണം കൊണ്ടാണ് വരുന്നത് എന്ന് കണ്ടപ്പോൾ നിദ്ര പരിഭവം നിറഞ്ഞ മുഖത്തോടെ പിന്നെയും മുഖം വെട്ടിച്ചു നിന്നു. ഒന്നും കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല കേട്ടോ, ഞാൻ വരാൻ വൈകുമെന്നറിയുന്നതല്ലേ. ചിലപ്പോൾ രാത്രികൾ ഞാൻ വന്നത് പോലും വരില്ല. അപ്പോൾ എന്തു ചെയ്യും എൻ്റെ പ്രിയതമ? അവൻ കളിയാക്കി ചോദിച്ചു. നിദ്ര അപ്പോഴും ഒന്നും മിണ്ടാൻ കൂട്ടാക്കാതെ നിൽപ്പാണ്. രുദ്രൻ പ്ലേറ്റ് താഴെ ഒരു ഗ്ലാസിൻ്റെ ടേബിളിലിരിക്കുന്നതിൽ വെച്ചിട്ട് ബലമായി അവൾ അവൻ്റെ നേർക്ക് തിരിച്ചു നിർത്തി. നിദ്ര കരയുകയായിരുന്നു. അത് കണ്ടതോടെ അവൻ വല്ലാതെയായി. ഞാൻ അറിഞ്ഞില്ല നീ കഴിച്ചില്ലെന്ന്, അതല്ലേ, സോറി. ഇനി ഇങ്ങനെ ഉണ്ടാകില്ല, ഇത് കഴിക്ക്. എനിക്ക് വേണ്ട, എൻ്റെ വിശപ്പ് കെട്ടു. നിദ്രവാശിയോടെ പിന്നെയും മുഖം തിരിച്ചു. എന്നിട്ട് രുദ്രൻ ദേഷ്യം വന്നില്ല.
താൻ കാരണം അവളിൽ കൂടുതൽ അനുഭവിച്ചൊരു പെൺകുട്ടിയാണ്. കൂടുതൽ കുത്തി നോവിക്കാൻ ഇനിയും തന്നെ കൊണ്ടാവില്ല എന്ന സത്യം രുദ്രൻ മനസ്സിലാക്കുകയായിരുന്നു. നിദ്ര, പ്ലീസ്, പറയുന്നത് കേൾക്ക്. അവൻ അവളെ ബലമായി ഒരു ടേബിളിൽ പിടിച്ചിരുത്തി. നിദ്ര ബലം പിടിച്ച് അവൻ്റെ കൈകൾ അടർത്തി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അവളെ കൊണ്ടതിന് കഴിയുന്നില്ലായിരുന്നു. ഞാനൊത്തിരി ലേറ്റായി വരികയുള്ളൂ. നീ എന്നെ കരുതി കഴിക്കാതിരിക്കരുത്. നിന്റെ ശരീരം ക്ഷീണിക്കും എന്ന് മാത്രമേ ഉള്ളൂ. നീ ഇത് കഴിച്ചേ, എന്നിട്ട് നമുക്കല്പം സംസാരിക്കാനുണ്ട്. പ്ലേറ്റ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു. നിദ്ര കുറച്ചയഞ്ഞു. എനിക്കിനി വേണ്ടെന്നേ, വിശപ്പില്ല. നിദ്ര ദുർബലമായി പ്രതികരിച്ചു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, കുറച്ചെങ്കിലും കഴിച്ചേ പറ്റൂ. സൊമാലിയയിൽ ഒക്കെ എത്രയോ പേര് ഭക്ഷണം കിട്ടാതെ കിടക്കുന്നു. എന്നിട്ട് നീ ഇത് കളയാൻ പോവുകയാണോ? രുദ്രൻ വെറുതെ അവളെ പറഞ്ഞ് വിഷമിപ്പിച്ചുകൊണ്ട് ഇത്തിരി കഴിപ്പിക്കാൻ ശ്രമിച്ചതാണ്. നിദ്ര കണ്ണ് കൂർപ്പിച്ച് നോക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ചിരി പൊട്ടി. ഏറ്റില്ല അല്ലേ? എങ്കിൽ ഞാൻ വാരിത്തരാം. അവനൊരു പിടി വാരിയെടുത്ത് അവൾക്ക് നേരെ നീട്ടി. നിദ്രയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. നിറഞ്ഞ മനസ്സോടെ അവളത് സ്വീകരിച്ചു. പിന്നെയും പിന്നെയും അവൻ വാരി തന്നുകൊണ്ടിരുന്നപ്പോൾ നിദ്ര പ്ലേറ്റ് വാങ്ങി. ഞാൻ തനിയെ കഴിച്ചോളാം. ശരി, കഴിച്ചു കഴിഞ്ഞ് നമുക്ക് കുറച്ചു നേരം സംസാരിക്കാൻ കേട്ടോ. രുദ്രൻ പറഞ്ഞത് കേട്ടപ്പോൾ നിദ്ര ആവേശത്തോടെ തലകുലുക്കി. കുറച്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ നിദ്ര അവൻ്റെ നേർക്കൊരു പിടി വാരിയെടുത്ത് നീട്ടി. അത്ഭുതത്തോടെ നിദ്രയെ നോക്കി നിൽക്കെ രുദ്രൻ അറിയാതെ വാ തുറന്നുപോയി. അത് നാവിലൂടെ അലിഞ്ഞിറങ്ങുമ്പോൾ ഇത്രയും നാളും കഴിച്ചിട്ടുള്ള ഒരു ഭക്ഷണത്തിനും അതിൻ്റെ അത്രയും രുചിയില്ലായിരുന്നെന്ന് പോലും അവന് തോന്നിപ്പോയി. അറിയാതെ രുദ്രൻ്റെ കണ്ണുകളിലും ഒരു നനവ് പടർന്നു. കഴിച്ചു കഴിഞ്ഞ് കൈയൊക്കെ കഴുകി വേഗം നിദ്ര അവൻ്റെ അരികിൽ തന്നെ വന്നിരുന്നു. രുദ്രൻ എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ അവളിൽ വർദ്ധിച്ചു നിന്നിരുന്നു. രാത്രിയിൽ കുടമുല്ലപ്പൂ പൂത്ത മണം ഒഴുകിയിറങ്ങിയതും പഴയ രാത്രിയുടെ ഓർമ്മകൾ ഇരുവരുടെയും മനസ്സിൽ തിരതള്ളി ഒഴുകി. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് നിന്നെ ഒരുപാട് വേദനിപ്പിക്കാനുള്ള കഴിവുണ്ട് നിദ്ര. നീ മനസ്സുകൊണ്ട് തയ്യാറാകണം. രുദ്രൻ മുഖവരയോടെ തുടങ്ങി. നിദ്ര എന്താണെന്നറിയാതെ ഭയത്തോടെ തലയാട്ടി. നമ്മൾ തമ്മിൽ 1 ഇയർ കോൺട്രാക്റ്റ് കഴിയുമ്പോൾ നല്ല സുഹൃത്തുക്കൾ മാത്രമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇപ്പോഴുള്ള അടുപ്പം ഒരു പ്രണയത്തിലേക്കോ ദാമ്പത്യത്തിലേക്കോ കുട്ടികൾ ഉണ്ടാകുന്നതിലേക്കോ ഒന്നും വഴിതിരിഞ്ഞ് സഞ്ചരിക്കരുത്. നല്ല സുഹൃത്തുക്കൾ മാത്രമായിരിക്കണം നമ്മൾ. രുദ്രൻ പറഞ്ഞത് ഞെട്ടലോടെയാണ് നിദ്ര കേട്ടത്. അവൾക്ക് വ്യക്തമായി ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും ഒരു ദിനം രുദ്രൻ സാറയെ മറന്ന് തന്നെ സ്വീകരിക്കുമെന്നാണ് നിദ്ര കരുതിയിരുന്നത്. അവയെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു പോകുന്ന കാഴ്ച നിദ്ര മനസ്സിൽ കണ്ടു. സാറ തന്നെയാണ് എൻ്റെ പാതി. അവൾക്കാണ് ഞാൻ വാക്ക് കൊടുത്തത്. ഒരിക്കലും അവളെ വേദനിപ്പിച്ചുകൊണ്ട് നിന്നെ സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ചതിക്കുന്നതിന് തുല്യമാകുമത്. രുദ്രൻ തുടർന്നു. നിനക്കും എൻ്റെ ഭാര്യയാകേണ്ടി വന്നതുകൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നെനിക്കറിയാം. ഒരുമിച്ചത് കൊണ്ട് മാത്രം ഞാനും നീയും ഒരുപോലെ ബാധിക്കപ്പെട്ടവരാണല്ലോ. എല്ലാം നീ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. നിദ്ര ഒരു പാവ പോലെ അവന് മുന്നിലിരുന്നു. എന്തു പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. എങ്കിലും അവൻ്റെ ഭാഗത്തു നിന്നും ചിന്തിച്ചപ്പോൾ അതാണ് ശരിയെന്ന് അവൾക്ക് തോന്നിപ്പോയി. സാറ് പറഞ്ഞത് ശരിയാണ്. അല്ലെങ്കിലും ഞാൻ നിങ്ങൾക്കിടയിൽ വന്ന് കയറിയതാണല്ലോ. ഈ 1 വർഷം കഴിഞ്ഞാൽ ആർക്കും ഒരു ശല്യവുമില്ലാതെ ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം. സാറ് വിഷമിക്കേണ്ട. വേദന കലർന്ന ചിരിയോടെ നിദ്ര എഴുന്നേറ്റു നിന്നു. നിദ്ര, തനിക്ക് വിഷമമായി അല്ലേ? ഇല്ല സർ, അങ്ങനെയൊന്നുമില്ല. നാളെ ഷൂട്ടുള്ളതല്ലേ, ലേറ്റ് ആകണ്ട, പോയി കിടന്നോളൂ. നിദ്ര കണ്ണുനീർത്തുള്ളികൾ വീണു തുടങ്ങിയ മുഖം അവനിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നിരുന്നു. അപ്പോഴേക്കും നിദ്ര, ഈ സാറ് എന്നുള്ള വിളി വേണ്ട. നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിൽ അങ്ങനെ ഒരു വിളി അകൽച്ചയല്ലേ? 1 വർഷം കഴിഞ്ഞ് അകലാനുള്ളവരല്ലേ സർ? പിന്നിപ്പോൾ എന്ത് വിളിച്ചാലെന്താ? വേദനയോടെ നിദ്ര പറഞ്ഞപ്പോൾ രുദ്രനുമേറെ സങ്കടം വരുന്നുണ്ടായിരുന്നു. പക്ഷേ നിദ്ര തിരിഞ്ഞു നിന്ന് ഒന്നവനെ നോക്കി. ഞാൻ ദേവേട്ട എന്ന് വിളിക്കട്ടെ? അത് ചോദിക്കുമ്പോൾ പോലും അർഹതയില്ലാത്തത് എന്തോ ചോദിക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. രുദ്രൻ സന്തോഷത്തോടെ മൂളി. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇരുവർക്കും അറിയാമായിരുന്നു ഒരുപോലെ കണ്ണടക്കാൻ കഴിയില്ലെന്ന സത്യം.